നമസ്കാരം. ജിമാർട്ട് ഗൾഫ് ന്യൂസ് വീക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസ ലോകത്തെ വർത്തമാന കാഴ്ചകളും ജീവിത വിശേഷങ്ങളുമായി ഈ ലക്കം ഗൾഫ് ന്യൂസ് വീക്ക് നമ്മൾ ആരംഭിക്കുന്നു. മണൽപ്പരപ്പിൽ ജീവിതം കുറിച്ചവരുടെ മോഹങ്ങളും മോഹഭംഗങ്ങളും പ്രതീക്ഷകളും നിരാശകളും ചേരുന്ന വർത്തമാന കാഴ്ചകളിലേക്ക് വിചാരങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. റിയാദിലെ ദുരിതക്കയത്തിൽ നിന്ന് ഗദാമ സരസ്വതിക്കും മോചനം. എംബസി ഷെൽട്ടറിൽ കഴിയുകയായിരുന്ന സരസ്വതിയെ ഗൾഫ് ന്യൂസ് വീക്കിൻ്റെ ഇടപെടലിനെ തുടർന്ന് നാട്ടിലെത്തിച്ചു. ഇവരുടെ ബന്ധുവായ ജാസ്മിൻ കഴിഞ്ഞ മാസം നാട്ടിലെത്തിയിരുന്നു. സരസ്വതിയുടെയും ജാസ്മിൻ്റെയും കഥ ഗൾഫ് ന്യൂസ് വീക്കാണ് പുറത്തു കൊണ്ടുവന്നത്. റിപ്പോർട്ട് ശ്രദ്ധയിൽപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രശ്നത്തിൽ ഇടപെടുകയായിരുന്നു. വിസ റാക്കറ്റിന്റെ കെണിയിൽപ്പെട്ട് റിയാദിലേക്ക് വീട്ടുജോലിക്കായി പോയ കൊല്ലം സ്വദേശി സരസ്വതിയും ബ്യൂട്ടീഷ്യൻ എന്ന് പറഞ്ഞ് ഗൾഫിലേക്ക് വീട്ടുവേലയ്ക്കായി കൊണ്ടുപോയ സരസ്വതിയുടെ ബന്ധുവായ ജാസ്മിനും മുഖ്യമന്ത്രിയുടെയും സാമൂഹ്യപ്രവർത്തകരുടെയും ജീവൻ ടിവിയുടെയും ഇടപെടലിനെ തുടർന്ന് നാട്ടിൽ തിരികെ എത്തി. തിരുവനന്തപുരം വള്ളക്കടവ് സ്വദേശിയായ നാസർ ഏജൻറ്റ് വഴിയാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത്. നാസർ ഞങ്ങളോട് പറഞ്ഞത് എന്നെയും എൻ്റെ നാത്തൂനെയും കൂടിയാണ് കൊണ്ടുപോയത്. പറഞ്ഞത് ആഴ്ച തോറും ഒരു ദിവസം നിങ്ങൾക്ക് തങ്ങളി കാണുകയും നിങ്ങൾ ഒരു ദിവസം ഒരു വീട്ടിൽ താമസിക്കുകയും ചെയ്യാം. ഞങ്ങൾ പോകുന്നത് സ്പോൺസർമാർ ചേട്ടത്തി അനിയത്തിയായിരുന്നു. ജാസ്മിനെ വിളിക്കാനോ നാട്ടിലോട്ട് വിളിക്കാനോ ഇന്ത്യൻ കോളിനവർക്ക് ഒരുപാട് പൈസയാകും. ഫോൺ സൗകര്യമൊന്നും ഇല്ലായിരുന്നു. അവിടെ ഭയങ്കര മർദ്ദനവും നമുക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴാണ് നാട്ടിലിത് സംഭവങ്ങൾ അറിയിക്കുകയും മുഖ്യമന്ത്രി ഇടപെട്ട് പിന്നെ ജീവൻ ടി വിക്കാരും വെളിയം നവയുഗം വെളിയം മോഹനൻ അദ്ദേഹം വഴിയാണ് ജീവൻ ടി വിയായിട്ട് ബന്ധപ്പെടുകയും ചെയ്ത് ഞങ്ങളെ ഇവിടെ നാട്ടിലെത്തിക്കാൻ ജീവൻ ടി വിയിൽ കരുനാഗപ്പള്ളിയുള്ള റിയാദിൽ ഷംനാദ് ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സുബിതയും ഞങ്ങൾ ഒരു മിസ് കോൾ കൊടുത്താൽ മതി, അപ്പോഴും തന്നെ തിരിച്ച് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും എല്ലാം. ഞാൻ ഒരു മിസ് കോൾ അടിച്ചാൽ അപ്പോഴും തന്നെ ആ സെക്കൻഡിൽ തന്നെ ഇത് വിളിച്ച് എന്നോട് ചോദിക്കും, കാര്യങ്ങളെല്ലാം തിരക്കുകയും എല്ലാം ചെയ്യും. ശിവദാസ സാറ് ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കൊട്ടിയൻ നൂറുദ്ദീൻ, അവർക്കെല്ലാവർക്കും നന്ദി. ജീവൻ ടി വിക്കും ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നതിൽ. നാത്തൂനെ നാട്ടിലെത്തിക്കാൻ വേണ്ടി ജീവൻ ടി വി ഒരുപാട് ബുദ്ധിമുട്ടി. ഒത്തിരിയും പേര് ഞങ്ങളെ സഹായിച്ച് അവർക്കെല്ലാവർക്കും ജീവൻ ടി വിയിലെ സുബിതയ്ക്കും ഷംനാദിനും ബാക്കി എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. ഇവരുടെ ദുരിതകഥ ഗൾഫ് ന്യൂസ് വീക്കാണ് പുറത്തു കൊണ്ടുവന്നത്. വാർത്താ ശ്രദ്ധയിൽപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രശ്നത്തിൽ ഇടപെട്ട് ഇവരെ നാട്ടിലെത്തിക്കുകയായിരുന്നു. ഇപ്പോൾ ജീവൻ ടി വി പുറത്തുകൊണ്ടുവന്ന ഒരു വാർത്തയാണ്. രണ്ടുപേര് സരസ്വതി ജാസ്മിൻ രണ്ടുപേര് ഇവിടെ റിക്രൂട്ടിംഗ് ഏജൻസി നാസർ എന്നുള്ള ആൾ അവിടെ കൊണ്ടുപോയിട്ട് അത് രക്ഷപ്പെടുത്തി അവർ ഇന്നലെയും വിളിച്ചിരിക്കും. അവർ എത്രയും വേഗം നാട്ടിലേക്ക് വരാനുള്ള നടപടിയെടുക്കും. ഇത് ശ്രദ്ധയെ കൊണ്ടുവന്നതിന് ജീവൻ ടി വിയോട് പ്രത്യേകം. കൊല്ലം ജില്ലയിലെ പൂയപ്പള്ളി, മൈലോട്, ചാരുവിള, പുത്തൻവീട്ടിൽ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ അനിലിന്റെ ഭാര്യ 27 വയസ്സുള്ള ജാസ്മിനും അനിലിന്റെ സഹോദരി 36 വയസ്സുള്ള സരസ്വതിയുമാണ് വീട്ടുവേലയ്ക്കായി ഗൾഫിലേക്ക് കൊണ്ടുപോയി വിസ റാക്കറ്റിന്റെ കെണിയിലകപ്പെട്ട് റിയാദിൽ ദുരിതമനുഭവിക്കുന്നതായ വാർത്ത ഗൾഫ് ന്യൂസ് വീക്ക് നൽകിയത്. റിയാദിൽ ദുരിതമനുഭവിക്കുകയായിരുന്ന ഗദാമകളുടെ വീട്ടുകാരാണ് അവരെ രക്ഷിക്കണമെന്ന ആവശ്യവുമായി ജീവൻ ടി വിയെ സമീപിച്ചത്. തുടർന്ന് സരസ്വതിയും ജാസ്മിനും ടെലിഫോണിലൂടെ ഗൾഫിൽ അവർ അനുഭവിച്ച ദുരിതം അറിയിക്കുകയായിരുന്നു. കാണാൻ പോലും പറ്റൂല, പനി പിടിച്ച് അനങ്ങാൻ വയ്യാതെ കിടക്കുന്നു. ഞങ്ങൾക്ക് നാട്ടിൽ പോയേ പറ്റൂ, അത്രയ്ക്ക് ഇതാണ്. ഇപ്പൊ നാട്ടിലേക്ക് കയറി വരണം. ജീവൻ ടിവിയോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങൾക്ക് ഇവിടുത്തെ അനുഭവിക്കാൻ വയ്യ മാഡം. അതാ പറഞ്ഞ ശമ്പളമോ ഭക്ഷണമോ ലഭിക്കാത്തതിനെ തുടർന്ന് വിഷമിച്ചിരുന്ന ഇവർക്ക് പലപ്പോഴും പ്രതികരിക്കാൻ പോലും സാധിച്ചിരുന്നില്ല. പ്രതികരിച്ചതിന് ജാസ്മിന്റെ മുടി മുറിച്ചു കളഞ്ഞതായി ടെലിഫോണിലൂടെ സരസ്വതിയാണ് ജീവൻ ടി വിയെ അറിയിച്ചത്. തുടർന്ന് ഇക്കാര്യങ്ങൾ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു.
റിയാദിൽ 2 വീടുകളിലായാണ് ഇവർ വീട്ടുവേല ചെയ്തിരുന്നത്. സരസ്വതിയെ വീട്ടുവേലയ്ക്കെന്ന് പറഞ്ഞും ജാസ്മിനെ ബ്യൂട്ടീഷ്യനുമായാണ് ഏജന്റ് തിരുവനന്തപുരം ഭീമാപള്ളിക്കടുത്ത് ജവഹർ പള്ളിക്കടുത്തുള്ള നാസർ റിയാദിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ ഗൾഫിൽ എത്തിയപ്പോഴാണ് ചതി മനസ്സിലായത്. 35,000-ലധികം രൂപ വിസയ്ക്ക് നൽകിയാണ് ഇവർ ഗൾഫിലേക്ക് പറന്നത്. പക്ഷേ ഗൾഫിലെത്തിയപ്പോഴാണ് ദുരിതം മനസ്സിലായത്. നാസറിനും ഭാര്യയ്ക്കുമെതിരെ നാട്ടിൽ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ഇരുവരും. ജാസ്മിനെ വിളിക്കണമെന്ന് പറഞ്ഞ ഒരു ദിവസം ഇവർ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞതിന് എന്നെ ട്രാവൽസിൽ കൊണ്ടുവന്നാക്കി. ഒരു മാസത്തോളം ഞാൻ ട്രാവൽസുകാരുടെ വീട്ടിൽ പല വീടുകളിലുമായിട്ടും അവരെന്നെ കൊണ്ടുപോവുകയും ആ ട്രാവൽസുകാരെന്നെ ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ടെറസിൻ്റെ മുകളിൽ നിന്നൊക്കെ തള്ളി താഴെ ഇടുകയൊക്കെ ചെയ്തായിരുന്നു. ഒരുപാട് പ്രശ്നം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഞാൻ ഇവിടെ നാസറിനെ വിളിച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ടായ കാര്യങ്ങൾ പറയുകയും അയാൾ അതിൽ ശ്രദ്ധപ്പെടുത്താതിരിക്കുകയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് കൊട്ടിയത്ത് ഞങ്ങളെ വിട്ട ട്രാവൽസിനെ ദിൽഷാദ് എന്നാണ് അയാളുടെ പേര്. അയാളെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് അയാൾ ഞങ്ങളുടെ കയ്യിൽ വിസയുടെ കോപ്പിയോ ഒന്നും ഇല്ലായിരുന്നു. അദ്ദേഹം കൊടുക്കാമെന്ന് പറഞ്ഞ് എൻ്റെ സഹോദരൻ അവിടെ പോയിട്ട് വിസയുടെ കോപ്പി അയാളുടെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചു വിടുകയാണ് ചെയ്തത്. അതിനുശേഷം എനിക്ക് നേരെ മൂത്ത ആങ്ങള തിരുവനന്തപുരത്ത് നാസറിൻ്റെ വീട്ടിൽ പോവുകയും മൂന്നോ നാലോ തവണ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹമായിട്ട് നല്ല രീതിയിൽ സംസാരിച്ചവരെ കയറ്റി വിടണം എന്ന് കേസ് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് നല്ല രീതിയിൽ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്ത് അവൻ എന്നിട്ടും ഒന്നും ചെയ്തില്ല. അതിനുശേഷം കൊട്ടാരക്കര DSPക്ക് കേസ് കൊടുക്കുകയും അവിടെ DSPയുടെ മുന്നിൽ നിന്നും അവൻ്റെ ഭാര്യയും മറ്റേ ഈ ട്രാവൽസുകാരനെ എല്ലാവരെയും കൂട്ടുനിർത്തി എഴുതി വെച്ച് ഇവൻ നാട്ടിൽ നിന്നും റിയാദിൽ ചെല്ലുന്ന സമയത്ത് ചെല്ലുമ്പോൾ ഒക്ടോബർ 1-ാം തീയതി ഇവിടുന്ന് കയറും, 2-ാം തീയതി അവിടെ എത്തും. 5-ാം തീയതിക്ക് മുന്നേ ആയിട്ട് ഞങ്ങളെ രണ്ടുപേരെയും കയറ്റി വിടാമെന്ന് DSPയുടെ മുന്നിൽ എഴുതി ഒപ്പ് വെച്ചിട്ടാണ് ഇവിടുന്ന് കയറിപ്പോയത്. എന്നിട്ട് ഞങ്ങളുടെ കാര്യം അന്വേഷിക്കുകയോ തിരക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇത് TV വന്നതിന് ശേഷം നാസർ എന്നെ എംബസിയിലോട്ട് കൊണ്ടുപോകുന്ന വഴിക്ക് നാസറിൻ്റെ ഫോണിൽ നിന്ന് തന്നെ അവൻ്റെ മോളെ വിളിച്ചു തരികയും അവൾ എന്നെ ഒരുപാട് അനാവശ്യം പറയുകയൊക്കെ ചെയ്ത് എംബസി കൊണ്ടുപോകുന്ന വഴിക്ക് എന്നെ ഒരു ട്രാവൽസിൽ കൊണ്ടുപോയി എന്നെ ഇരുത്തുകയും അവിടെ ഖാൻ എന്ന് പറയുന്ന ഒരാളെ കൊണ്ട് എന്നെ ഭീഷണിപ്പെടുത്തി എംബസിയിലാക്കത്തില്ലെന്ന് പറഞ്ഞ ശേഷം കൊട്ടാരക്കരത്തെ കേസ് അവസാനിപ്പിക്കാൻ വേണ്ടി എന്നെ കൊണ്ട് എഴുതി ഒപ്പിടിച്ച് പേടിപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഇത് ചേച്ചി നാട്ടിലെത്തിയതിന് ശേഷം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇരുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് ജാസ്മിനെയാണ് ആദ്യം നാട്ടിലെത്തിക്കാൻ സാധിച്ചതെങ്കിലും സരസ്വതിയെ നാട്ടിലെത്തിക്കാൻ സ്പോൺസറിനും മറ്റും 12,000 സൗദി റിയാൽ നൽകേണ്ടി വന്നു. വളരെ ബുദ്ധിമുട്ടിയാണ് ഇവരെ രണ്ടുപേരെയും നാട്ടിലെത്തിക്കാൻ സാധിച്ചതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഗൾഫ് വിഭാഗത്തിന്റെ ചുമതല വഹിക്കുന്ന ശിവദാസൻ പറഞ്ഞു. നമുക്കൊറ്റ കാര്യമുള്ളായിരുന്നു, മുഖ്യമന്ത്രിക്ക് പരാതി വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ടുപേരെയും സുരക്ഷിതമായിട്ട് നാട്ടിലെത്തിക്കുക. പക്ഷെ കൊണ്ടുപോയ ഏജന്റിനെ പറഞ്ഞനുസരിച്ച് നമ്മൾ ഏകദേശം ഒരു 1.5 മാസത്തോളം വെയിറ്റ് ചെയ്തെങ്കിൽ നടപടി ഉണ്ടാകാത്തതിന്റെ പേരിൽ എംബസിയിൽ ഇതിനെപ്പറ്റി പരാതി കൊടുക്കുകയും എംബസിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ നോർക്കയുടെ റെപ്രസെന്റേറ്റീവ് ഷിഹാബ് കൊട്ടുകാടും അതോടൊപ്പം തന്നെ എംബസിയിലെ ജോർജ് സാറും കൂടെ അവരുടെയൊക്കെ ഒരു പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ആദ്യമേ ജാസ്മിനെ നാട്ടിലെത്തിക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞ് സരസ്വതിയെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി അറബി പറഞ്ഞ ആ സ്പോൺസർ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാസർ വിസയോടൊപ്പം തന്നെ നാസർ പൈസയും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അയാൾ കൊടുത്ത പൈസയും അയാൾക്ക് വിസയ്ക്ക് ചെലവായ പൈസയും തന്നാൽ മാത്രമേ അയാൾ പാസ്പോർട്ട് തരികയുള്ളൂ, ജാസ്മിനെ തിരിച്ചയക്കത്തുള്ളൂ എന്നുള്ള ഡിമാൻഡ് വെച്ചു. അത് ഏകദേശം 12,000 റിയാലാണ്. ഈ 12,000 റിയാല് ഉണ്ടായി കൊടുക്കുക എന്നുള്ളതായിരുന്നു പിന്നെ അടുത്ത ഒരു ഇത്. അപ്പൊ ജാസ്മിൻ നാട്ടിലേക്ക് ഈ സരസ്വതിയോടെ കൊണ്ടുവരണമെങ്കിൽ 12,000 റിയാല് കൊടുക്കണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ വിസ സ്റ്റാമ്പ് ചെയ്ത ട്രാവൽ ഏജൻസി, ബോംബെയിലുള്ള ട്രാവൽ ഏജൻസിയെ സമീപിക്കുക, അവരോട് പറയും അവരും കൂടി സഹകരിച്ച് ഈ പേയ്മെന്റ് എംബസിയിൽ എത്തിക്കുകയും ചെയ്തു. പേയ്മെന്റ് ബോംബെയിൽ ഈ സർവീസ് ചെയ്ത ട്രാവൽ ഏജൻസിയും നമ്മൾ എല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് ഈ 12,000 റിയാല് പിന്നെ ഈ എംബസിയിൽ കൊടുത്തേക്കുന്നത്. 10,000 റിയാൽ ജോർജ് സാറിന് കൊടുത്തു. ബാക്കി അവരുടെ ടിക്കറ്റും കാര്യങ്ങളും ഇതെല്ലാം കൂടെ ഇതെല്ലാം കൂടെ ഈ സ്പോൺസറിന് കൊടുക്കാനുള്ള പൈസ എല്ലാം കൂടെ മൊത്തം 12,000 രൂപ ആണ് നമുക്ക് ചെലവായിരിക്കുന്നത്. അതിനകത്ത് ഈ ബോംബെയിലുള്ള ട്രാവൽ ഏജൻസി ആണ് അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം എല്ലാം ഏറ്റെടുത്തത്. നന്നായി. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഈ സരസ്വതിക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞത്.
ഇവരെ ചതിയിൽ കുടുക്കി റിയാദിലേക്ക് കൊണ്ടുപോയ നാസറിനെതിരെ വീട്ടുകാർ കൊട്ടാരക്കര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും നാസറിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന് ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഇനി ഇയാൾക്ക് എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ പറ്റുമോ? നടപടി എടുക്കണമെന്ന് പറഞ്ഞാൽ കൊട്ടാരക്കര പോലീസ് ഓൾറെഡി പരാതി കിടക്കുമ്പോൾ കൊട്ടാരക്കര പോലീസാണ് അവനെതിരെ നടപടി എടുക്കേണ്ടത്. അപ്പൊ ഇതുപോലെ ഒരുപാട് പേര് നമുക്കിപ്പോ അറിയാൻ കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് പേര് ഇവന്റെ ഈ നാസറിന്റെ ചതിയിൽപ്പെട്ട് സൗദി അറേബ്യ കിടക്കുന്നു എന്നുള്ളതാണ്. അതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലേ? ഇപ്പൊ പോലീസിനെ പ്രഷർ ചെയ്തിട്ട് നമുക്ക് ഓൾറെഡി കേസ് ഉണ്ടല്ലോ. ഞാൻ പിന്നെ NRS LSPയുടെ ഒക്കെ കേസുണ്ട്. അവരെ കഴിഞ്ഞ ആഴ്ച വിളിപ്പിച്ചു. അവരുടെ ഈ ജാസ്മിന്റെയും പിന്നെ സരസ്വതിയുടെയും മൊഴി എടുത്തിട്ടുണ്ട് NRS LSP. അപ്പൊ അത് അവര് നടപടി ഉണ്ടാവും, നടപടി എടുക്കണം. നാസർ വന്നാലും അറസ്റ്റ് ചെയ്യും. അതെ, നാസറിനെ പോലുള്ള ഇതുപോലുള്ള ഈ പിന്നെ ഏജന്റന്മാരെ ഒരു കാരണവശാലും ഇനി മേലിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പാവങ്ങളെ കൊണ്ട് ചതിക്കാനുള്ള അവസരം ഉണ്ടാകാൻ പാടില്ല. ഈ നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ പറയാമല്ലോ. സെൻട്രൽ ഗവൺമെന്റ് ഇത്രയും വലിയ സ്ട്രിക്റ്റ് ആക്കിയിട്ട് എവരിവിടെ പിന്നെ ഈ എങ്ങനെ പോകുന്നു എന്നൊക്കെ ഉള്ളത് അന്വേഷണ വിധേയമാക്കണം. ജീവൻ ടിവിയുടെ റിപ്പോർട്ട് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതിനെ തുടർന്നും റിയാദിലെ സാമൂഹ്യ പ്രവർത്തകനും നോർക്ക കൺസൾട്ടന്റുമായ ഷിഹാബ് കൊട്ടുകാടാണ് ജാസ്മിന്റെയും സരസ്വതിയുടെയും പ്രശ്നത്തിൽ ഇടപെട്ട് ഇവരെ നാട്ടിലെത്തിക്കാനായി എല്ലാ ശ്രമങ്ങളും നടത്തിയത്. കൊല്ലം സ്വദേശി ജാസ്മിനും സരസ്വതിയും സൗദി അറേബ്യയിൽ പ്രയാസമനുഭവിക്കുന്ന വിവരം ജീവൻ ടിവിയുടെ ഗൾഫ് ന്യൂസ് വഴി സുബിത സുകുമാർ ഈ വിഷയം ഏറ്റെടുക്കുകയും അങ്ങനെ കേരള മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരികയും മുഖ്യമന്ത്രി വഴി ഇന്ത്യൻ എംബസിയുടെ ബഹുമാനപ്പെട്ട ജോർജ് സാർ അവരുടെ ഇടയിൽ ഈ വിഷയം വളരെ നിരന്തരം ഷംനാദ് കരുനാഗപ്പള്ളി തുടർച്ചയായി ഈ വിഷയം ഫോളോ അപ്പ് എന്ന നിലയിൽ ബന്ധപ്പെടുകയും അതിൻ്റെ ഒരു വിജയമായിരുന്നു സരസ്വതി നാട്ടിലെത്താൻ കഴിയുണ്ടായത്. ഈ വിഷയത്തിൽ ജീവൻ ടി വി ഏറ്റെടുത്തിട്ടുള്ള ഒരു സമീപനം, ഒരു വിഷയം ഏറ്റെടുക്കുകയാണെങ്കിൽ ആ വിഷയം പരിഹരിക്കുന്നതിന് അതിൻ്റെ റിസൾട്ട് എന്തായി, അത് എവിടെ വരെ ആയി എന്നുള്ളത് ഒരു തുടർച്ചയായ ഒരു ഫോളോ അപ്പ് ഞാനൊരു മാധ്യമ പ്രവർത്തകരിലും കാണാത്ത ഒരു ക്വാളിറ്റി ആയിരുന്നു സുബിത സുകുമാരിലും ബഹുമാനപ്പെട്ട ഷംനാദ് കരുനാഗപ്പള്ളിയിലും ഞാൻ കണ്ടത്. ആ ഒരു ഫോളോ അപ്പ് തന്നെയാണ് ഈ വിഷയം നിരന്തരമായി ഗവൺമെൻറ് അതോറിറ്റിയെ ഈ വിഷയത്തിൽ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് തന്നെ ഈ വിഷയം പരിഹരിക്കാൻ അവരെ ആത്മാർത്ഥമായ ഒരു ശ്രമം ഉണ്ടാകാൻ കഴിയുണ്ട്. ആ ശ്രമത്തിൻ്റെ ഒരു ശ്ലാഘനീയമായ ഒരു റിസൾട്ടായിരുന്നു ഈ ജാസ്മിനും സരസ്വതിയും നാട്ടിലെത്താൻ കഴിയപ്പെട്ടത്. പട്ടിണി അകറ്റാനായി ഒരു വീട്ടിലെ 2 പേർ ഗൾഫിലേക്ക് ജോലിക്ക് പോയി അവരവിടെ ചെന്നപ്പോൾ അനുഭവിച്ച ദുരിതമറിഞ്ഞ് ഭർത്താവും കുഞ്ഞുങ്ങളും പ്രായമായ മാതാവും അടങ്ങിയ കുടുംബം എന്തു ചെയ്യണമെന്നറിയാതെയാണ് ഞങ്ങളെ സമീപിച്ചത്. ഇത്രയും ദുരിതങ്ങൾ സഹിച്ച ഗദാമകളെ എത്രയും പെട്ടെന്ന് നാട്ടിൽ തിരികെ എത്തിച്ചതിൽ കുടുംബാംഗങ്ങൾ ജീവൻ ടിവിയോട് നന്ദി പറഞ്ഞു. എൻ്റെ ഭാര്യയും എൻ്റെ പെങ്ങളെയും ഗൾഫിന് എത്തിക്കാൻ ജീവൻ ടിവിക്ക്, എൻ്റെ അമ്മയും എൻ്റെ മാമയും നാട്ടിലെത്തിക്കാൻ സഹായിച്ച ജീവൻ ടിവിക്ക്, എൻ്റെ അമ്മയെയും മാമിയെയും നാട്ടിലെത്തിക്കാൻ സഹായിച്ച ജീവൻ ടിവിക്ക് സങ്കട പ്രവർത്തകർക്കും നന്ദി. ഗൾഫ് നാടുകളിൽ ബുദ്ധിമുട്ടുന്നവരെയും ജയിലിൽ കുടുങ്ങിക്കിടക്കുന്നവരെയും ദുരിതമനുഭവിക്കുന്നവരെയും നാട്ടിൽ തിരിച്ചെത്തിക്കുന്നതിനായി ജീവൻ ടിവി നടത്തുന്ന ശ്രമങ്ങളെ നാട്ടുകാരും സാമൂഹ്യ പ്രവർത്തകരും പ്രകീർത്തിച്ചു. സരസ്വതിയും ജാസ്മിനും അവിടെ സൗദി അറേബ്യയിൽ വളരെ ദുരിതമായ ജീവിതം അനുഭവിക്കുന്ന ഒരു സാഹചര്യം എനിക്ക് മയിലോട് വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞ് അവരുടെ ബന്ധുക്കൾ ഈ സാഹചര്യം എന്നോട് പറഞ്ഞ ഉടൻ തന്നെ ജീവൻ ടി വി ആയിട്ട് ബന്ധപ്പെടാൻ ഞാൻ സരസ്വതി അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവൻ ടി വിയെ അറിയിക്കുകയും സുബിത സുകുമാറും പ്രകാശേട്ടനുമൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ഈ വിഷയത്തിൽ സഹകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ രണ്ടുപേരും ഇത്രയും പെട്ടെന്ന് നാട്ടിലെത്താൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ജീവൻ ടി വി മാതൃകാപരമായ സാമൂഹ്യ പ്രതിബദ്ധതാ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. അത് വൃക്കരോഗിയുടെ കാര്യത്തിലായാലും ക്യാൻസർ രോഗികളെ സഹായിക്കുന്ന സാന്ത്വനഹസ്തത്തിൻ്റെ കാര്യത്തിലായാലും ഗൾഫിൽ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ദുരിതം അനുഭവിക്കുന്ന പ്രവാസി സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് മാധ്യമരംഗത്ത് മറ്റ് ഏതൊരു ചാനലിൽ മുൻപന്തിയിൽ നിന്ന് കാരുണ്യപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെയേറെ അഭിമാനമുണ്ട്. തികച്ചും ഇതേപോലുള്ള മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങൾ നടത്തണം. 3 നേരം വച്ചുണ്ണാൻ സാധിക്കാതെ വരുമ്പോൾ ഗൾഫിലേക്ക് വിമാനം കയറുന്നവരാണ് നമ്മുടെ സ്ത്രീകളിൽ അധികവും. വീട്ടിലെ ദാരിദ്ര്യവും കുട്ടികളെ നല്ല നിലയിലെത്തിക്കാനുള്ള ആഗ്രഹവും ഗൾഫ് എന്ന മായാസ്വപ്നത്തിലേക്ക് ഇവരെ കൊണ്ടുചെന്നെത്തിക്കുകയാണ് പതിവ്. പക്ഷേ അവിടെ എത്തുമ്പോൾ മാത്രമാണ് തങ്ങൾ ചതിക്കുഴിയിൽ അകപ്പെട്ട വിവരം ഇവർ അറിയുന്നത് തന്നെ. പാവപ്പെട്ട സ്ത്രീകളുടെ വീട്ടിലെ ദാരിദ്ര്യം അറിഞ്ഞുകൊണ്ട് തന്നെ ഇവരെ ചതിക്കുഴിയിൽ അകപ്പെടുത്താനായി
നാട്ടിൽ തട്ടിപ്പ് സംഘങ്ങളും വിസ റാക്കറ്റുകളും നിരവധിയാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെയും മറ്റും കയറ്റിവിടുന്ന വ്യാജ സംഘങ്ങൾ നാട്ടിൽ പെരുകുകയുമാണ്. എമിഗ്രേഷൻ ക്ലിയറൻസ് വഴിയല്ലാതെ യാതൊരു കാരണവശാലും ഗൾഫ് നാടുകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തരുതെന്നാണ് ഗൾഫിലെ സാമൂഹ്യ പ്രവർത്തകർ അഭിപ്രായപ്പെടുന്നത്. ഇന്ത്യൻ ഗവൺമെൻറ് എമിഗ്രേഷൻ അധികൃതരുടെ ഭാഗത്തുണ്ടായ ഒരു സമീപനം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. 10ാം ക്ലാസ് പാസ്സായ ആർക്കും എമിഗ്രേഷൻ വേണ്ട എന്നുള്ളതായ ഒരു സമീപനം നമ്മൾ പ്രത്യേകിച്ച് ഹൗസ് മെയ്ഡുമാരും ഹൗസ് ഡ്രൈവർമാരുടെ വിഷയത്തിൽ എടുത്തു കളയണമെന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാൻ. എന്തുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് മിഷന് കാതലായ നടപടികൾ എടുത്തുകൊണ്ട് ഇത്തരം പ്രവണതകൾക്കെതിരെ എന്തുകൊണ്ട് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല? ഇത്തരം വരുന്ന ഒരു വിഷയങ്ങൾ നമ്മൾ ഇന്ത്യൻ മിഷൻ വഴി ഫോറിൻ മിനിസ്ട്രിക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ പാസ്പോർട്ടിൽ ആരാണോ അന്നത്തെ ദിവസം സീൽ ചെയ്ത ആ എമിഗ്രേഷൻ ഓഫീസറെ പിടിക്കണം. ഒരു എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നടന്നില്ലെങ്കിൽ ഇന്ത്യയുടെ വിവിധ എമിഗ്രേഷൻ പോയിന്റുകൾ വഴിയാണ് ഇത്തരം ഇല്ലീഗലായ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് എന്നുള്ളതായ ഒരു സത്യം നമ്മുടെ ഗവൺമെൻറ് അധികൃതർ മനസ്സിലാക്കുക. ഇവിടെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ഈ ചതിക്ക് കൂട്ടുനിൽക്കുന്നത്. വിസ റാക്കറ്റുകളെയും അവരെ സഹായിക്കുന്ന വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസികളെയും പിടികൂടുവാനോ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനോ ഭരണകൂടം സംവിധാനങ്ങൾ ശക്തമാക്കാത്തത് മൂലം ഗൾഫ് നാടുകളിലേക്ക് എത്തിപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണം ഓരോ ദിവസവും കൂടി വരികയാണ്. ഇതിനെതിരെ ശക്തമായ നീക്കം നടത്തേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസികളെ നമുക്ക് നിരക്കി നിർത്തട്ടെ. ഇതുപോലെ നിരവധി പേരാണ് ഡെയിലി ഇതുപോലെ കഴിച്ചു വിടുന്നത്. കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം തന്നെ ഈ നേഴ്സുമാരുടെ റിക്രൂട്ടിങ് അഴിമതി കണ്ടപ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ് നടപടി സ്വീകരിച്ചു. ആ നടപടി ഇപ്പം അതൊരു എക്സ്ട്രീം സൈഡായി. ഇപ്പം ജെന്യുവനായിട്ടുള്ളവർക്കും പോകാൻ പറ്റാതെ വന്നിരിക്കുക. അപ്പോൾ ഇതിന് നമുക്ക് ഈ കൃത്രിമം തടയണം, അതേ സമയത്ത് പ്രായോഗികമായിരിക്കണം. അപ്പോൾ അതിന് വേണ്ട ശ്രമമാണ് യഥാർത്ഥം. എമിഗ്രേഷൻ വഴിയും മറ്റും സംവിധാനമുണ്ടെന്നും സർക്കാർ സംവിധാനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ടെന്നും നോർക്കയും സർക്കാരുമെല്ലാം പറയുമ്പോൾ പോലും ദിവസേന നിരവധി സ്ത്രീകളും പുരുഷന്മാരുമാണ് ഗൾഫ് നാടുകളിലേക്ക് വിമാനം കയറുന്നതും അവിടെ ചതിക്കുഴിയിൽ അകപ്പെട്ട് ദുരിതമനുഭവിക്കുന്നതും നാട്ടിലെത്താനാവാതെ ബുദ്ധിമുട്ടുന്നതും. സരസ്വതിയുടെയും ജാസ്മിന്റെയും പ്രശ്നം വേണ്ട രീതിയിൽ വീട്ടുകാരുടെയും മാധ്യമങ്ങളുടെയും മറ്റും ശ്രദ്ധയിൽപ്പെടുത്തിയതുകൊണ്ടാണ് ഇന്ന് ഇവർക്ക് നാട്ടിലെത്താൻ സാധിച്ചത്. ഇതുപോലെ നിരപരാധികളായ നിരവധി പേരെയാണ് ജീവൻ ടിവിയുടെ ഇടപെടൽ മൂലം നാട്ടിലെത്തിക്കാനായത്. അതേസമയം ആരോട് പരാതിപ്പെടുമെന്ന് പോലും അറിയാതെ നിരവധി സ്ത്രീകളാണ് ജനിച്ച നാടും വീടും കാണാനാവാതെ ഇപ്പോഴും ഗൾഫ് നാടുകളിലെ തർഹീലുകളിലും ജയിലുകളിലും മറ്റും ജീവിതം തള്ളി നീക്കുന്നത്. ഇതിന് ഉത്തരം പറയേണ്ടത് ബന്ധപ്പെട്ടവർ തന്നെയാണ്. ഇടവേളയ്ക്ക് ശേഷം ഗൾഫ് ന്യൂസ് വീക്ക് തുടരും. അർബുദം ബാധിച്ച യുവാവിന് മലയാളി സാമൂഹ്യ പ്രവർത്തകരും ഇന്ത്യൻ എംബസിയും തുണയായി. ആന്ധ്രാപ്രദേശ് നിസാമാബാദ് സ്വദേശി ഗുഗ്ലോത് ഗജനാണ് എംബസിയും സാമൂഹ്യ പ്രവർത്തകരും തുണയായത്. നീണ്ട 3 വർഷത്തെ ദുരിത ജീവിതത്തിനൊടുവിൽ സൗദി അറേബ്യയിൽ മാറാരോഗങ്ങളും ക്യാൻസറും അടക്കം നിരവധി രോഗങ്ങൾ പിടിപെട്ട ഗജൻ എല്ലാവരോടും നന്ദി പറഞ്ഞ് നാട്ടിലേക്ക് യാത്രയായി. അർബുദം ബാധിച്ച യുവാവിന് മലയാളി സാമൂഹിക പ്രവർത്തകർ തുണയായി. ആന്ധ്രാപ്രദേശ് നിസാമാബാദ് സ്വദേശി 37 വയസ്സുള്ള ഗുഗ്ലോത് ഗജനാണ് സാമൂഹിക പ്രവർത്തകർ തുണയായത്. 3 വർഷം മുൻപ് കെട്ടിട നിർമ്മാണത്തിനുള്ള സിമന്റ് ബ്ലോക്ക് നിർമ്മാണ കമ്പനിയിൽ ജോലിക്കെത്തിയ ഗജന് മാസങ്ങളായി ശമ്പളം ലഭിച്ചിരുന്നില്ല. തൊഴിലാളികൾ പരാതി നൽകിയതിനെ തുടർന്ന് തൊഴിലുടമയ്ക്ക് തൊഴിൽ മന്ത്രാലയം സേവനം വിലക്കുകയും കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇതിനിടെ ജോലി ഉപേക്ഷിച്ച് റിയാദിലെത്തിയ ഇയാൾക്ക് കടുത്ത ഉദരവേദന അനുഭവപ്പെട്ടു. കുടലിൽ ബാധിച്ച TB ആണ് വേദനയ്ക്ക് കാരണമെന്നായിരുന്നു പ്രാഥമിക നിഗമനം. എന്നാൽ വിശദമായ പരിശോധനയിൽ അർബുദമാണെന്ന് തിരിച്ചറിഞ്ഞു. ഷുമൈസി ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അർബുദം ഗുരുതരമായി ബാധിച്ച ഇയാളെ 2 ശസ്ത്രക്രിയകൾക്ക് വിധേയമാക്കി. വൻകുടൽ നീക്കം ചെയ്തു. ശരീരത്ത് ഘടിപ്പിച്ച ബാഗിലാണ് മാലിന്യം പുറന്തള്ളുന്നത്. തൊഴിലുടമയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയതിനാൽ ഫൈനൽ എക്സിറ്റ് നേടുന്നതിന് തടസ്സമായി. തുടർന്ന് ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരായ അനിൽ നൌട്ടിയാൽ, രാജേന്ദ്രൻ, സാമൂഹിക പ്രവർത്തകരായ ഷിഹാബ് കൊട്ടുകാട്, നാസ് വക്കം എന്നിവരുടെ സഹായത്തോടെ ഫൈനൽ എക്സിറ്റ് നേടുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ വൻകുടലിൽ TB ബാധിച്ച് വളരെയധികം വേദനയോടുകൂടി ഷുമേസി ഹോസ്പിറ്റലിൽ കഴിഞ്ഞ 2.5 മാസത്തോളം കിടക്കുകയായിരുന്നു.
പിന്നെ ഇദ്ദേഹത്തിൻ്റെ വൻകുടൽ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മലം ഒക്കെ പോകുന്നത് ഒരു കൊളസ്ട്രോമി ബാഗിലാണ്. വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. ഷുമൈസി ജനറൽ ആശുപത്രിയിലെ ഭീമമായ ചികിത്സാ ചെലവ് ഒഴിവാക്കി കിട്ടി. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിയതിനു ശേഷം ഷിഫ അൽജിസിറ പോളിക്ലിനിക്കിലെ ഡോക്ടർമാരും നഴ്സുമാരുമാണ് ശുശ്രൂഷ നൽകിയത്. നാട്ടിലേക്കുള്ള ഫസ്റ്റ് ക്ലാസ് യാത്രാ ടിക്കറ്റ് സൗദി എയർലൈൻസിൽ എംബസി നൽകി. തന്നെ സഹായിച്ചവർക്ക് നന്ദി പറഞ്ഞ് ദുരിതങ്ങൾക്കൊടുവിൽ ഗജൻ നാട്ടിലേക്ക് മടങ്ങി. ഗൾഫിലെ കൂടുതൽ വിശേഷങ്ങൾ ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇന്ത്യയുടെ വൈവിധ്യവും സൗദി അറേബ്യയുടെ സാംസ്കാരിക തനിമയും വിളിച്ചോതി റിയാദിലെ മഹാത്മാ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലെ 5ാം വാർഷികം ശ്രദ്ധേയമായി. നിരവധി സാംസ്കാരിക പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. UKG ഗ്രാജുവേഷനും വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ച പ്രതിഭകൾക്കുള്ള പുരസ്കാരവും ചടങ്ങിൽ വിതരണം ചെയ്തു. ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി അനിൽ നോട്ടിയാൽ മുഖ്യ അതിഥിയായിരുന്നു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇന്ത്യയുടെ വൈവിധ്യവും സൗദി അറേബ്യയുടെ സാംസ്കാരിക തനിമയും വിളിച്ചോതിയ റിയാദ് മഹാത്മാ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലെ 5ാം വാർഷികം ശ്രദ്ധേയമായി. സ്കൂൾ ചെയർമാൻ അബ്ദുൾ ജബ്ബാറിന്റെ അധ്യക്ഷതയിൽ റിയാദ് ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി അനിൽ നോട്ടിയാൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. First an institution, and that too an educational institution in the name of our father of the nation, that is Mahatma Gandhi. You know, this is one of the best way to pay our homage, our respect and regards to that great personality of, not only of India but of this entire globe. So thank you very much for this good, name of the school. പഠനത്തോടൊപ്പം വിദ്യാർത്ഥികളുടെ സർഗാത്മകത കൂടി ഊന്നൽ നൽകുന്ന ഇത്തരം പരിപാടികൾ വളരെ പ്രശംസനീയമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. UKG ഗ്രാജുവേഷനും വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് പുരസ്കാരവും വിതരണം ചെയ്തു. മുഹമ്മദ് കൈഫ്, ഹഫീസ, അബ്ബാസ്, ഖദീജ, അബ്ദുൽ കരീം, ഫാത്തിമ, നിമ, ബാസിം, ഐമ എന്നിവർക്ക് യഥാക്രമം സൗദി നോർക്ക കൺസൾട്ടന്റ് ഷിഹാബ് കൊട്ടുകാട്, ജീവൻ TV സൗദി ബ്യൂറോ ചീഫ് ഷംനാഥ് കർണാകപ്പള്ളി, സാമൂഹ്യ പ്രവർത്തകൻ സത്താർ കായംകുളം എന്നിവർ അവാർഡുകൾ വിതരണം ചെയ്തു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. തുടർന്ന് ബേബിച്ചന്റെ ആഭിമുഖ്യത്തിൽ അബ്ദുൾ ജബ്ബാർ, ജിൻസിയ, നീന എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. അധ്യാപകരായ മെഹറൂഖ്, അജ്ദ എന്നിവർ പരിപാടികൾ അവതരിപ്പിച്ചു. സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ അഡ്വക്കേറ്റ് സജീദ ബിഗം, സ്കൂൾ പ്രിൻസിപ്പൽ ഷാജി മോൾ, അധ്യാപകരായ സമീറ, ഷാനി, നസീമ, അഷ്വാഖ്, നിഷാന, ഷംന, അജീന, സബീറ, ബിനീഷ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ജിമാട്ട് ഗൾഫ് ന്യൂസ് വീക്കിന്റെ ഈ ലക്കം സമാപിച്ചു. പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഗൾഫ് ന്യൂസ് വീക്ക് നിങ്ങൾക്ക് അവസരം നൽകുന്നു. ഗൾഫിൽ കാണാതായവരെ സംബന്ധിച്ച വിവരങ്ങളും പ്രവാസ സംബന്ധമായ ഏത് വിവരങ്ങൾക്കും നിങ്ങളുടെ അനുഭവങ്ങളും അന്വേഷണങ്ങളും ഞങ്ങൾക്ക് എഴുതുക. വിലാസം: പ്രൊഡ്യൂസർ, ഗൾഫ് ന്യൂസ് വീക്ക്, ജീവൻ TV, പാലാരിവട്ടം, കൊച്ചിൻ 25. ഞങ്ങളുടെ മെയിൽ ID gulfnewsweek@jivan.tv. ടെലിഫോൺ നമ്പർ 0484233815 അല്ലെങ്കിൽ 0484233816. ജിമാട്ട് ഗൾഫ് ന്യൂസ് വീക്ക് വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.